നമസ്കാരം, നുറുങ്ങ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഓലക്കൊടിയൻ മീനാണ് എടുത്തേക്കണം. അത് ഞാൻ മീൻ വെട്ടി വൃത്തിയാക്കി കഴുകിയൊക്കെ എടുത്തിട്ടുണ്ട്, നുറുക്കി കഴുകി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് മുളകയാറ് വയ്ക്കാം, മുളകിട്ട് വയ്ക്കാം. അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. നമുക്കിനി ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിനി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഉലുവയൊക്കെ നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക്, വേപ്പില, ഇഞ്ചി, ചുവന്നുള്ളി, വെളുത്തുള്ളി, സവാള ഇത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്കൊന്ന് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ പച്ചമുളക്, ഇഞ്ചിയും, വേപ്പിലയും, സവാളയും, വെളുത്തുള്ളിയും, ചുവന്നുള്ളിയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അര സ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 സ്പൂൺ മുളക് പൊടി, 1.5 സ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, നമുക്ക് കുറച്ച് ഫിഷ് മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് മുളക് പൊടിയുടെ മഞ്ഞൾപ്പൊടിയുടെ ഒക്കെ പച്ച മണം മാറുന്ന വരെ നമുക്കൊന്ന് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. കുടപ്പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായി, അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. അരപ്പ് തിളച്ചിട്ട് നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. അരപ്പ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇതൊരു അരമണിക്കൂർ നമുക്ക് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം. നമുക്കൊരു മൂടി വെച്ച് വേവിച്ചെടുക്കാം. അരമണിക്കൂറായി. നമുക്ക് ഇനി ചാറൊക്കെ വറ്റി കഷ്ണമൊക്കെ വെന്തിട്ടുണ്ട്.
നന്നായിട്ട് ഉപ്പും പുളിയൊക്കെ പിടിച്ചിട്ടുണ്ട്, നല്ല എരിവൊക്കെ ഉണ്ട്. ഇനി നമുക്കിതൊന്ന് ഇറക്കാം. നല്ലോണം ചാറൊക്കെ വറ്റിച്ച് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഉപ്പും പുളി എരിവൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ഓലക്കൊടിയൻ മീൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നന്ദി.